ഓമനിച്ചു വളർത്തുന്ന നായയോട് മോശമായി പെരുമാറി. ഒടുവിൽ തർക്കത്തെ തുടർന്ന് നടന്നത് അരുംകൊല. വളർത്തുനായയെ വിഷം കൊടുത്തു കൊല്ലുമെന്ന് പറഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടെ കുത്തേറ്റ യുവാവ് അതിദാരുണമായി കൊല്ലപ്പെട്ടു. പട്ടത്താനം വേപ്പാലമൂട് ഭവനനഗർ 289 ബിയിൽ പി ചെറിയാന്റെ മകൻ ഫിലിപ്പാണ് കൊല്ലപ്പെട്ടത്. ഫിലിപ്പിന്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി കുത്തിയ അയൽവാസി ഭാവനനഗർ 36 എയിൽ മനോജ്, ഒപ്പം കൃത്യത്തിൽ ഉണ്ടായിരുന്ന ഭാവനനഗർ 41 ബി ചെറുപുഷ്പത്തിൽ ജോൺസൺ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. സഹോദരൻ റാഫി ഇപ്പോൾ ഒളിവിലാണെന്നും പോലീസ് പറയുന്നു. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ ജോൺസന്റെ വീടിന് മുന്നിലാണ് ദാരുണ സംഭവം അരങ്ങേറിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഫിലിപ്പും പ്രതികളും അയൽവാസികളും സുഹൃത്തുക്കളുമാണ്. വൈകുന്നേരങ്ങളിൽ വളർത്തുനായയുമായി ഫിലിപ്പ് അതുവഴി പോകുന്നത് പതിവാണ്. ഫിലിപ്പിന്റെ ബന്ധുവീടും ഇതിനടുത്താണ്. വളർത്തുനായയെ ജോൺസന്റെ വീടിനടുത്ത് കൊണ്ടുവരുന്നതിനെ ചൊല്ലി ജോൺസണും റാഫിയുമായി വൈകിട്ട് തർക്കമുണ്ടായി. ഫിലിപ്പിനെ ഇവർ കളിയാക്കുകയും നായയെ കല്ലെടുത്തെറിയുകയും ചെയ്തു. തങ്ങളെ എങ്ങാനും കടിച്ചാൽ വിഷം കൊടുത്ത് നായയെ കൊല്ലുമെന്ന് പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ ഫിലിപ്പും ഇവരുമായി വാക്കുതർക്കം കയ്യേറ്റവുമുണ്ടായി. വാക്കേറ്റത്തിൽ മനോജും ഇടപെട്ടു. സംഘർഷത്തിനിടെ മനോജ് കത്തികൊണ്ട് ഫിലിപ്പിന്റെ നെഞ്ചിൽ ആഞ്ഞുകുത്തി. കുത്തേറ്റ ഫിലിപ്പ് അവിടെ നിന്ന് ബന്ധുവീട്ടിലേക്ക് നടന്നു. ബഹളം കേട്ടെത്തിയ ബന്ധു ആന്റണി കുത്തേറ്റ ഫിലിപ്പിനെ ഉടനെ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഫിലിപ്പും പ്രതികളും പ്ലംബിംഗ്, പെയിന്റിംഗ് തൊഴിലാളികളാണ്. അരുംകൊല നടന്നതിനു ശേഷം കൈക്ക് പരിക്കേറ്റ ചികിത്സ തേടിയ ജോൺസനെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.